ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാക്കിൾ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അൺബോക്സിങ് കസാല വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗെയിമിംഗ് ചെയർ ആണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. ഇതൊന്നും ഇപ്പോൾ വന്നിട്ടുള്ളൂ. സാധനം നല്ല വെയിറ്റ് ആണ് മക്കളെ, നല്ല കിടുക്കാച്ച്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താണ്. വാണ്ടോലിക്ക് ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വാണ്ടോയിൽ പോയാണ്ട് എടുത്തോളി, വാങ്ങിക്കോളി. അപ്പോൾ എന്താ വെച്ചാൽ മുടിഞ്ഞ വെയിറ്റാണ്. ഞാൻ വിചാരിച്ച കസാല അതേമാതിരിക്ക് റെഡി ആയിക്കാണ്ട് കാരണം വണ്ടിയിൽ വരുന്നത്, ലോറിയിലാണ് വന്നത്. അപ്പം ഇവിടത്തെ നോക്കുമ്പോൾ ഇങ്ങനെ പെട്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫിറ്റ് ചെയ്തൊക്കെ മാറ്റി വരും. ഇപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ ഓരോ പീസ് ആയി കണ്ടേ കാര്യം ഇപ്പോൾ ഇതിലുണ്ടാവുക. അപ്പോൾ ഈ ബോക്സിൽ നല്ല വെയിറ്റ് ഉണ്ട്, മുടിഞ്ഞ വെയിറ്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഇറക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കസാലത്ത് എത്ര ചെറുതായി പോയെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കണ്ട സാധനം ഇതിനെക്കാട്ടി വലിപ്പമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എത്ര ചെറുതായി എന്ന് വിചാരിച്ച് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിക്കാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ അടിയിലാണ് ഇപ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഈ സാധനത്തിനുള്ളിൽ ഓരോ പറഞ്ഞതിൽ പീസ് ആയി കണ്ടേ കാരണം നിങ്ങൾ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇത് നമ്മളൊരു അൺബോക്സ് ചെയ്തിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഓരോ പീസ് എടുത്തുകൊണ്ട് ഒന്ന് ഫിറ്റ് ചെയ്തിക്കാണ്ട് മട്ടം നോക്കട്ടെ. ഒരു ചെറിയൊരു ഗെയിമിംഗ് സെറ്റപ്പ്, ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അതിന് വേണ്ടിയിട്ട് വാങ്ങിയ മുതലാണ്. നല്ല വെയിറ്റ് ആണ് ഇതാണ് മുതൽ. നല്ല വെയിറ്റ് ഉണ്ട് മക്കളെ. ഇതാണ് മുതലേ, കണ്ടോളി. അപ്പൊ ഗേസ് ഞങ്ങൾ ഇത് ഓപ്പൺ ആക്കാൻ പോകണേ. ഈ ചെയർ ഓപ്പൺ ആക്കിയാണ്ട് ഇതിന്റെ ഒക്കെ ഫിറ്റ് ചെയ്തേണ്ട വരാം. ഈ കത്തി തന്നെയാണ് ഓപ്പൺ ആക്കണേ. അപ്പം എന്താ വെച്ചാല് ഇത് തുറക്കുമ്പോ വല്ല കല്ലോ മുള്ളോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ട്, പെട്ട് പണിയായി. തുറന്നു നോക്കട്ടെ. ഇത് പിടിച്ചാ കാണുന്ന സീറ്റിന്റെ അവിടെ സീറ്റിന്റെ ഇത് മൂട്ടിലൊക്കെ തിരക്കപ്പ് പറഞ്ഞ. ഇത് ഇവിടെ ബാക്ക് ചാലിക്കാളോ ബാക്ക് സൈഡ്. ഓക്കെ, ഇത് ഹെഡ് റെസ്റ്റ്. ഇത് കറങ്ങണ പമ്പറ്റം കറങ്ങി. ഇത് നമ്മളെ സീറ്റ്. ഇത് ഇനി ഫിറ്റ് ചെയ്യാനാണ് കേസ്. ഇത് അതിന്റെ കപ്പാണ്. അപ്പം ഫിറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വീണ്ടും അപ്പൊ ഫിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് നോക്കട്ടെ. തുടങ്ങാം. Cover over it. ഓക്കെ, അപ്പോൾ ഈ സുന ഇതാണ് ഹൈഡ്രോളിക്കിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഈ സുന നമ്മൾ ഇതിന് സ്പാനറും കാര്യങ്ങളൊക്കെ വേണം. സ്പാനറൊന്നും നമ്മൾക്ക് ഇല്ലല്ലോ. സ്പാനറല്ല, മറ്റേ ഇതാണ് എല്ലങ്കിയാണ്. അപ്പോൾ ഇതാണ് ഹൈഡ്രോളിക്കിൻ്റെ സുന. ഇതല്ല, വേറൊരു സുന ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് പൊളിച്ചിട്ട് ഇത് എങ്ങനെ ഇടല്ലേ? ഇത് അലന്നെ ഇപ്പോൾ ഇങ്ങനെ ഇടുക. അങ്ങനെ ഇടലെന്നെയാണ് തോന്നുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് ഇനി വേറെ എന്തോ ഉണ്ടല്ലോ. ആദ്യം ഈ സാധനം തന്നെ ഉള്ളൂ ഇതിൽ. ഇവിടെ ഹൈറ്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ടല്ലേ അത് കാണുന്നത്. ഈ സാധനം ഇതിങ്ങനെ ഇതാണ് ഹൈറ്റിൻ്റെ സാധനം. സെറ്റ് ഇത് എങ്ങനെ നിർത്തല്? ഇതിങ്ങനെ ഇടുക, ഇട്ടിട്ട് ഈ സാധനം ഇങ്ങനെ എടുക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ അതിൽ പറയുന്നത് കേട്ടോ. ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് remove the 4 screw attached to the seat.
സീറ്റിൻ്റെ അറ്റാച്ച് ചെയ്തിട്ട് 4 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ സാധനം ഇതിപ്പോൾ എങ്ങനെ നീർക്കലെന്നാവും, ഇത് പൊന്തി വരുന്നില്ല. ഇജ്ജ് പറയാത്ത നല്ല ഇജ്ജ് മുണ്ടണ്ട. ഇത് വായിച്ചോ, ഞാൻ വായിച്ചാണ്ട് ഇനി ഇതിട്ടിട്ട് എല്ലാം ഇട്ടിട്ട് ആക്കിയിട്ട് ഇതിൽ HHC എന്നൊക്കെ ഇട്ടുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ്? ആഹാ, അങ്ങനെ കയറില്ലേ? ആ കണ്ട് ഇത് ഇതേക്ക് ഇറക്കുക. അല്ല ഈ സാധനം ഇവിടെ ഫിറ്റ് ചെയ്യണം, മനസ്സിലായോ? ബുദ്ധി എനിക്ക് പണ്ടേ ഉണ്ടടാ. ബുദ്ധി അതിൻ്റെ അമ്മ എപ്പോഴും പറയും. അല്ലടാ, എൻ്റെ അമ്മ എപ്പോഴും പറയും ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ഞങ്ങൾ പാലത്തിങ്ങക്കാരിയിൽ കുറച്ച് ബുദ്ധിയുള്ള വരുന്നവൻ ഞാൻ തന്നെ ഉള്ളൂ. എൻ്റെ കുടുംബത്തിൽ കുറച്ച് ബുദ്ധി കൂടുതലുള്ള. പക്ഷേ അതാടാ, അത് സൂട്ടാണില്ലല്ലോ. ഈ ഇറങ്ങി കുളിച്ച് പോകും അവിടെ പോലെ നമ്മളെ പറ്റില്ലല്ലോ. കറക്റ്റാ, ഈ അല്ലെങ്കിൽ കറക്റ്റ് തന്നെയാണ്. ജയ്കൂടെ ബോബി ചമ്മണ്ണൂരാണ്ടേ കൂടെ. ഇപ്പൊ പഠിപ്പിച്ച കാലത്തൊക്കെ ടീച്ചർമാർക്കൊക്കെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർമാർക്കൊക്കെ എന്നെ ലീഡറൊക്കെ ആക്കിനി. എന്താ വെച്ചാല് ഭയങ്കര കാര്യ ടീച്ചർമാർക്ക് ഇന്നെ. ഇതിന്റെ ഒരു ഒട്ടം കാണുന്നില്ല. ഇജ്ജ് പറഞ്ഞു നേരാണോ നീയാണോ നീ എൻ്റെ പെണ്ണാണോ? ഉസ്മാനെ ആ ചെറിയ സ്പാൻഡർ ഇങ്ങോട്ട് എടുത്താ. ഇതാടാ ഫ്രണ്ട്. ആടാ പിരാന്ത, ഈ ഭാഗമാണ് ഫ്രണ്ട്. ചാദിച്ചു. ഇത് ഇവിടെ മലയാളത്തിന് ഫ്രണ്ട് അവിടെ നോക്കിയാണ്ട്. നേരാണോ നീയാണോ നീ എൻ്റെ പെണ്ണാണോ? പിന്നെന്താ? ഇവിടെ എന്തോ ഓട്ടാ. ഇത് ഇതിക്ക് കയറി ഇറക്കലിട്ട. ഇതെന്ത് വേറെന്തോ ഒരു സുനാണ്. ഇതിങ്ങനെ ആക്കുമ്പോ ഹൈഡ്രോളിക് ഇവിടെ വരുന്നോ? എന്റെ ബലമായ സംശയം അതാണ്. ഇതന്നെയല്ലേ ഇതിന്റെ ഫ്രണ്ട് വരുന്നേ? ഇല്ലേ? അപ്പൊ ഇങ്ങനെയാണ് വരണ്ടേ. നമ്മൾ ഇട്ടത് മാറിയാണ്. അപ്പൊ ഇങ്ങനെയാണ് വരാനുള്ളത്. ഡബിൾ മീനിങ്ങിന്റെ ഉസ്താദാണ് ഇത്. കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ബോബിച്ച്. അങ്ങനെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരും പറഞ്ഞതിന്റെ പണ്ടേ ഡബിൾ മീനിങ് പറഞ്ഞപ്പോ. എന്നിട്ട് എന്തായി, അറസ്റ്റ് ചെയ്തില്ലേ? അല്ലല്ലോ, ഈ പെണ്ണുങ്ങൾക്ക് ചില മാത്രമേ ഉള്ളൂ, നീ തൊള്ള മാത്രമേ ഉള്ളൂ. അറ്റങ്ങളെ കൊണ്ട് ഒരു 5 പൈസക്ക് ഉപകാരമില്ല ലേഡീസിനെ കൊണ്ട്. എന്നിട്ടോ ഓല് ഓരോ ഇത് ഉണ്ടാക്കി വെച്ചിക്കണ്ടേ, ഏത് പുകിലുണ്ടാക്കി വെക്കും. എന്നിട്ട് ഓല് എന്താ ലേഡീസ് ഓൽക്ക് കാണിച്ചു കൊടുക്കാം. നോക്കിയാ പ്രശ്നോ, കമന്റ് പറഞ്ഞാ പ്രശ്നം. ഓല് പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. പബ്ലിക്കായിട്ട് കമന്റ് പറയുന്ന ഓൽക്ക് അറിഞ്ഞൂടെ? നമ്മള് വയറലോ. പിന്നെ വേറൊരു ചാനലുണ്ട്, എന്താണ് വെറൈറ്റി മീഡിയ. അറിയാം എനിക്ക്. നീലക്കുയിൽ. അതല്ല, ഇറ്റിങ്ങൾ പറഞ്ഞാല് ഈ ഇതിനായിട്ട് നടക്കണം എല്ലാരും മുട്ടും. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ആ നീലക്കുയിലുണ്ട്, ഒരു മഞ്ഞക്കുയിലുണ്ട്. ഈ നീലക്കുയിലിന്റെ ഒക്കെ വിചാരം എന്താ? ഇറ്റിങ്ങള് ഈ നടന്മാരെ കക്കൂസും പോകേണ്ടതും വരുന്നൊക്കെ എടുക്കുക. അവിടെ മുഖം പോയാല് നടൻ സിനിമ എന്ന് പറയാൻ, അല്ലാണ്ട് ഇന്ദ്രജിത്ത് കല്ലിൽ തട്ടി വീയാൻ പോയി. നമ്മളാരും മുഖണും കയ്യും കാലും മുറിനൊന്നും ആരും എടുത്തിടൂല. ഇന്ദ്രജിത്ത് പാന്റിന്റെ ബട്ടൺ അയച്ചു, അടുത്ത സ്റ്റെപ്പ്. എന്നിട്ട് ബാക്കി എന്താ ആയിക്കറിയാൻ ടൈറ്റിലൊക്കെ ഇടല്ലേ. പാന്റിന്റെ ബട്ടൺ അയച്ച് അടുത്ത് ബട്ടൺ കയറ്റി മുട്ടി എടുത്ത് അതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മറ്റോള് പാവാടയുടെ കെട്ടയച്ച് എന്താണുണ്ടല്ലോ അടുത്ത പോർഷൻ എന്തേക്കണം ആർട്ടിക്കിള്. ആ പാവാട എന്നിട്ട് പാവാട ടൈറ്റാക്കി കൊടുത്തു. ഇതൊക്കെ കേൾക്കണം. ഇങ്ങനെ കുറേ മൊയന്താളുണ്ട്. നീലക്കുയില്. പിന്നെ ഏതാണ്? പിന്നെ അതൊക്കെ ഉണ്ടല്ലോ. വെറൈറ്റി മീഡിയ. ഏത് മൊയന്തിനാണ് വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളെ പഞ്ചായത്തിൽ ഞാൻ തന്നെ ഉള്ളു ഇന്റർവ്യൂ എടുക്കാറുണ്ട്.
ബാക്കി എല്ലാവരും അയക്കണം വെറൈറ്റി മീഡിയയിൽ. ആ ഇനി ഇന്ന ഇന്റർവ്യൂക്കും വേണ്ടിയിട്ട് കോണ്ടാക്ട് നമ്പർ ഞാൻ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കുക. വെറൈറ്റി മീഡിയക്കാർ പ്രത്യേകം നോട്ട് ചെയ്തോളി, വിളിച്ചോളി. ഇനി അടുത്ത സെക്ഷൻ ഇതിവിടെ ഇടാനുള്ളതാണ്. ഇതിവിടെ സോറി ഗൈസ്, ഇതിവിടെ ഇടാനുള്ളതല്ല. ഇത് പിന്നെ എന്തിനെ പോലെ ഇവിടെ വെച്ചു മാഞ്ഞാണോ? ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഇതിലേക്ക് ഇറക്കി വെക്കും തോന്നണം കേട്ടോ. ഇതേ അങ്ങനെയാണ് ഇതിന്റെ കളി. ഇതിങ്ങനെ ഈ കുറ്റിയായിക്കാണ്ട് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് അല്ല കുടുങ്ങിയടാ, ലോക്കായി. അതിന് അല്ല ഇതെന്താ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞു അല്ല ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് വേണ്ട. ഇതെന്താടോ? ആ അത് പൊന്തുണ്ട് പൊന്തുണ്ട്. ഇത് നോക്കിയ ഹൈഡ്രോളിക് പൊന്തുണ്ട്. മുതലായി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് വെക്കലും. ഇങ്ങനെ വരും അല്ലേ? ഇങ്ങനെ വരും. നീ ഒരു പൊട്ടൻ തന്നെ. ഇങ്ങനെ തന്നെ നീ എന്റെ പെണ്ണാണോ? ഇജ് വേറെ ലെവലാണ്. ഇജ് ഒരു ചെറിയൊരു മിനി സ്പോട്ടിഫൈ ആണ് കാര്യം. ഞാൻ അവിടെ കടിയിലും കേൾക്കുമ്പോൾ വെറുതെ ചിലപ്പോൾ എന്തെങ്കിലും എനിക്ക് തൊള്ളി കിട്ടാൻ എന്തെങ്കിലും വരി പാടുള്ളൂ. ഹിന്ദി ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ആ വരി എന്തെങ്കിലും തുമ്പ് ഇങ്ങനെ ഉടയിൽ എടുത്തിടും. ബാക്കിയാണ്ട് പോകാൻ പാടും. ബാക്കി അതിന്റെ പാട്ട് മുഴുവനാക്കിയിട്ട് ചെരീവ് പാടും. ആ കാര്യത്തിൽ ഞാൻ എന്നെ സമ്മതിച്ചാണ്. എവിടുന്ന് അതൊക്കെ ആ നേരത്തെ എനിക്ക് പഠിച്ചുകൂടാനോ? പഠിച്ചാൽ പോയാ അതായി. ബോബി ചെമ്മണ്ണൂർ ഡബിൾ മീനിങ് പറഞ്ഞ വൈറൽ, നമ്മളെ പറഞ്ഞ വൈറൽ. പക്ഷെ ആള് ഉഷാറാട്ടെ ബോബി ചെമ്മണ്ണൂര്. എന്തൊക്കെ പറഞ്ഞാലും ആള് മുത്താണ്, പാവാണ്. സാധാരണക്കാരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പറഞ്ഞോട്ടെ, സീനില്ല. ഇപ്പോഴാണ് ഇതിങ്ങോട്ട് പുറത്തേക്ക് തുരുത്തി വന്നത്. ഇത് കറക്റ്റ് സ്ഥാനത്തേക്കല്ലല്ലോ ഇറങ്ങുന്നത്. എന്തായി ചോദിച്ചാൽ ഒരു ഏകദേശമൊക്കെ തീരുമാനമായിക്കണ്. ഞാൻ അതിൻ്റെ ഹെഡ് റെസ്റ്റ് വെക്കാണ്ട്. ഇല്ല എനിക്ക് തോന്നുന്നു ഇത് തുളഞ്ഞിക്കാണ്ട് മേലെ കൂടെ കയറി മൂട്ടക്ക് കയറുമോ എന്നൊരു ഡൗട്ടുണ്ട്. അതിമ ഇരിക്കുമ്പോൾ ഒന്നായിട്ട് ഹൈഡ്രോളിക് വന്നിട്ട് പൊന്തിക്കാണ്ടേ ഹൈഡ്രോളിക് ഇതിൽ കൂടെ കണ്ട് കയറി മാപ്പോട്ട് വരാം. ക്യാറ്റായി കാണാം. ഞാനല്ലേ വിറ്റ് ചെയ്തേക്കണ്ടേ. ഇത് നല്ല കോമഡി. കോമഡിക്ക് ഒരു കുറവില്ല. മതിയാനി. പക്ഷെ ഇത് ബയർക്കുണ്ടടാ. ഈ ബയർക്കണ ഇച്ചി ബസർക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി ബസർക്കണ. അപ്പൊ ഈ തണുപ്പിസ്റ്റാണ് വല്ല. അതാണ്. മറ്റെന്താ വെച്ചാല് വല്ല അന്റാർട്ടിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കേനി ഇങ്ങനത്തെ പണിയൊക്കെ. അന്റാർട്ടിക്കയിൽ തണുപ്പല്ലേ, ബസർക്കൂലല്ലോ. അത് ഞാൻ പറഞ്ഞു. എന്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും ബുദ്ധിയുള്ള ആള് പറഞ്ഞാൽ ഞാനാണ്. അതെന്താ ഈ പാലക്കാട്ടത്തെ ഭാഷയിൽ ചലക്കലട്ടെ ഇച്ചെത്തും മനസ്സിലാണില്ല. ഇത് മലപ്പുറത്തിനോട് ഞാൻ മലപ്പുറത്തേരെന്ന് പറഞ്ഞാണ്. ഒരു മലപ്പുറത്തേരനോട് ഇങ്ങനെ വർത്താനം പറയല്ലേ. ചെത്തു മനസ്സിലാണില്ല. അല്ല കുഞ്ഞാമ്മ, അല്ല എനിക്ക് അറിയാത്ത എന്താണ് ഈ ബദൂരി. ഒന്നുമില്ല. ഇതിന്മേലാണ് ഇതുവരെയുള്ള പണിയെടുത്തത്. അപ്പൊ ഈ അല്ലെങ്കിൽ എന്ത് ഇതിന് കൊടുത്താന്നാ ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ ഇത് ഹെഡ് റെസ്റ്റ് വെക്കാളോ. ഹെഡ് റെസ്റ്റ് ഇതുകൊണ്ട് കവർ ഒഴിവാക്കിയാലോ? ഇത് വെക്കണം. ചളിയാവൂലേ തല തട്ടിയാണ്ട്. പക്ഷെ വീഡിയോയിൽ വരുമ്പോ ഒരു ഗുമ്മ വരൂല.
പക്ഷെ ഇത് ഊരന്നെ വേണടാ. ഊരണോ? ഏയ് നമ്മള് ചളിയായ സാധനം മാറ്റും. ദൂസര വർത്താനം തന്നെ. എല്ലാവർക്കും ഇതിന്റെ ഒരു വില അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ? ഇതിന് ഏകദേശം 4000 റുപ്യ വരുന്നുണ്ട്. ഇതൊരു ഇടങ്ങേറെടുത്ത സമയത്ത് എങ്ങനെയൊക്കെയാ കയറി കിട്ടിയത്. ഭാഗ്യം എന്ന് പറയാ. ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ഇവനെ വിളിക്കും. ആരാ? അലിൻ ജോസ് പരേരനെ. മാങ്ങട്ടെ ഓനക്കൊക്കെ നമ്മളെന്നല്ല ഇപ്പൊ ഓനക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. നമ്മൾ ഊക്കി 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 ഓൻ ആരായി? ഓൻ രാജാവായി. മനസ്സിലായോ? ആറാട്ടെണ്ണം ഇപ്പൊ ട്രെൻഡ് ഔട്ടാണ്. അത് പാവാണ്. പകലും ഇങ്ങനെ പൊക്കി അടിച്ചും, രാത്രി ആയാല് ആൾക്ക് വേറെ മൂടാ. രാത്രി അയാള് കുറ്റൊന്നല്ല പറയുന്നത്. രാത്രി ആയാല് രാത്രി ആയാല് എന്താ വെച്ചാല് ആദ്യം അണിറോസ് സൂപ്പറാ, അണിറോസ് ഉഷാറാന്നറിയും. രാത്രി അണിറോസ് സെസ്കിയാ അല്ലേ? അതുകൊണ്ട് പോയതാണ്. പക്ഷെ ആള് പടത്തിലൊക്കെ വന്നിട്ടാ. ഏതോ മമ്മൂട്ടിന്റെ ഏതോ പടത്തിലുണ്ട്. മമ്മൂട്ടിന്റെ ഏതൊരു പടം ഇറങ്ങിനല്ലോ. അല്ല ഇപ്പൊ മമ്മൂട്ടിന്റെ ഇജ്ജ് അറിഞ്ഞിട്ടില്ല. അല്ല മമ്മൂട്ടി പടം ഇറക്കണൊക്കെ പന്നോട് അറിഞ്ഞിട്ടാ. അല്ല ആരാ എത്ര പണ്ടൊക്കെ ചെയ്യല്ല. എത്ര ആമിനാ ഓന്റെ ഒക്കെ ഒരു ഇരുമേ. ഇജാരാണ്? ഇജാരാ? പറയൂ. സോഷ്യൽ മീഡിയ അന്ന യൂസ് ചെയ്യലുണ്ട്. പാലക്കാടൻ കാട്ടുവാസി. പാലക്കാടൻ കാട്ടുവാസി വ്ളോഗർ. ആദ്യം ഓന്റെ ചാനലിന്റെ പേര് പാലക്കാടൻ കാട്ടുവാസി. അതെന്താടാ? അങ്ങനെ എല്ലാ കാഴ്ചകളും കാണിച്ചു കൊടുക്കരുതേ. എന്താണ് അങ്ങനെ എല്ലാ കാഴ്ച കാണിച്ചു കൊടുക്കാൻ പാടില്ല. എത്താ പതേ? എനിക്കൊരു പ്രൈവസി മാനവ സാധനം. കാണാത്ത കാഴ്ച ഷെരീഫ് കാണിക്കും. കാണാത്ത കാഴ്ച ഷെരീഫ് കാണിക്കും. ഹൈഡ്രോളിക് ഇതിപ്പോ നിങ്ങൾക്ക് അറിയണല്ലേ, എല്ലാവരും ഓഫീസിൽ യൂസ് ചെയ്യുന്നല്ലേ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യും. ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളാ കസാല ആടുന്നുണ്ട്. എന്താണാവോ ഇങ്ങനെ ആടുന്നെന്താ? ചിലപ്പോ ഉണ്ടാവൂലേ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും ചിലപ്പോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഹൈഡ്രോളിക് അഡ്ജസ്റ്റ്മെന്റ്. കാണിച്ചു കൊടുക്കടാ ബോധക്കണ്ണ. അപ്പൊ ഇത് താവണമെന്നുണ്ടെങ്കിൽ ഏതായാലും ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ. മറിഞ്ഞിട്ട് മൂല തോന്നുന്നു. ഞാനാണ് ഫിറ്റ് ചെയ്ത് ഇച്ച് പേടിയാ മറിഞ്ഞാല്. താകണമെന്നുണ്ട്. ഇത് നിൽക്കിയാൽ മതി. ഓക്കെ സെറ്റ്. ഓക്കെ ഈ ലിവർ പൊടിച്ച് പൊക്കിയാൽ പൊന്തും. അപ്പോൾ ഹൈഡ്രോളിക് വർക്കിംഗ് ആണ്. ഇനി ടയർ വർക്കിംഗ് ആണോ എന്നൊരു ചെറിയൊരു പരീക്ഷണം. ഒന്നുകൂടി. അപ്പോൾ ഇനി അടുത്ത ചെക്കിങ് പറഞ്ഞ ടയർ വർക്കിംഗ് ആണോ നോക്കാണ്. അപ്പോൾ ടയറും വർക്കിംഗ് ആണ്. നെക്സ്റ്റ് ചെക്കിങ് പറഞ്ഞാൽ ഇതിൻ്റെ ചാരി കസാല. ഇത് എത്രത്തോളം പോകും നോക്കട്ടെട്ടാ. എയറിലോ കുഴപ്പമില്ല, സെറ്റാണ്. പക്ഷെ എന്തോ ഒരു ചെറിയൊരു അപാകത ഉണ്ട് എൻ്റെ ഫിറ്റിങ്ങിൽ. എവിടെയോ നെറ്റ് ബോൾട്ട് ഇട്ടിട്ടില്ല. എപ്പോഴാ മറിഞ്ഞിട്ട് മുഖണാകും ആവോ. പക്ഷെ ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടടാ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാം.
കാണാത്ത കാഴ്ച മുറിച്ചത് കാണിക്കും. അതിൻ്റെ അല്ലല്ലല്ലോ, ഇവിടെ കുറെ ഇതുണ്ടടാ, ഇതൊന്നും വേണ്ട. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇതെന്താ തിരിച്ചൊരു സാധനം. ഇത് ഈ സാധനം കേട്ടോ. നമുക്ക് ഇതിങ്ങനെ ആണ്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കാം. ഇതൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഇത് എത്രത്തോളം ടൈറ്റ് ആക്കണ് അത്രത്തോളം ടൈറ്റ് ആകും. ഇതിങ്ങനെ തിരിയും. ഇത് വേറെ എന്താ സാധനമോ? ഇതിന്റെ ഹൈറ്റ്, ഹെഡ് റെസ്റ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇത്രേ പോകുള്ളൂ. ഇനി അടിക്ക് പോവാവോ നോക്കട്ടെ. ഇത് ലൂസാക്കി ചിലപ്പോൾ പോയേ കയറാം, നോക്കട്ടെ. അത്രേ പോവുള്ളൂ, ലൂസാക്കിയാൽ പോവില്ല ഗൈസ്. അപ്പോൾ സാധനം സെറ്റ്. ഇനിയുള്ള നമ്മളെ വീഡിയോസൊക്കെ ഇതിൽ നിന്ന് കയറും. എങ്ങനെയുണ്ട് ഗൈസ്? ലുക്കാണോ? പൊളിയാണോ? ലുക്ക് പൊളിച്ചിക്കണോ? തോട്ടോ സൂപ്പർ അല്ലേ? റൊട്ടേറ്റിങ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. റൊട്ടേറ്റിങ് ഭയങ്കര നല്ല ഉഷാറാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 4,000 അടുത്ത് വരുന്നുണ്ട്. 4,000 അറൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് ഗോൾഡ് കോയിൻസ് ഉണ്ട്. ഇനി ആ ഗോൾഡ് കോയിൻസ് ആയി കിട്ടിയാണ്ട് ഞാൻ കുറച്ച് എന്തൊക്കെ അളവ് നേട്ടിന്. അപ്പോൾ ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്കം വേണം, ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുക. അപ്പോൾ വേണ്ടവർ പോയിട്ട് പർച്ചേസ് ചെയ്തോളി. അപ്പോൾ എന്താ, അപ്പോൾ ബൈ. അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് റിയാക്ടിങ് വീഡിയോസും മറ്റെന്തൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ.